ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇമ്മാനാണോ ചോദിച്ചത് കേട്ടമ്മ അപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഇമ്മ പൊതുവെ എന്നോടാണ് പറയല്, എനിക്കാണ് ഓർമ്മ ഉണ്ടാവും പറക്കില്ല. ഇമ്മ എന്നോട് ചിലപ്പോൾ ഞാൻ അവിടെ ഷാൻ്റെ വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്നോട് വിളിച്ചു ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ ചോദിച്ചു. നമുക്ക് ആ കാര്യമൊക്കെ ഭയങ്കര ഓർമ്മശക്തിയാണ് കേട്ടോ. ബർത്ത്ഡേ നാള് അതൊക്കെ ഭയങ്കര നല്ല ഓർമ്മ ഉണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഡേറ്റ് അറിയാം, പക്ഷേ ആവണമെന്നൊന്നും അറിയില്ല. അല്ലെങ്കിൽ ഷാ പറയണം, അല്ലെങ്കിൽ ഇമ്മ വിളിച്ച് പറയിട്ടോട്. അങ്ങനെ ഞാനറിയില്ല. അപ്പം മരണം ചോദിച്ചോട്ടെ കേട്ടോ. ഏലിമ എന്താ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? പറയേ. കഴിഞ്ഞു പോവുകയാണ്. എങ്ങനെ നോൽമ്പ് കഴിഞ്ഞാണേ പെരുന്നാണ്ടാക്കിയതെന്ന് പറയാം. പെരുന്നാളാണോ? ആ ശരിയാണ്. ഇമ്മ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അമ്മ ബുധനാഴ്ച വ്യാഴാഴ്ച ഞായറാഴ്ച ദിവസത്തിന്റെ പ്രത്യേകത ചോദിച്ചാൽ ദിവസമല്ല. 6-ാം തീയതി എന്താണ് എൻ്റെ ബർത്ത്ഡേ. എന്നിട്ട് നിങ്ങൾ ഇന്നലെ പറയുന്നത് ഇത്രയും കാലം പറഞ്ഞതല്ലേ? ഇന്നലെ പറയണ്ടേ? എന്നാലും ഇപ്പോൾ ഒന്ന് സ്റ്റാറ്റസ് ഒക്കെ ഇടാൻ പറ്റുള്ളൂ. ഇപ്പട്ടളാ ഇന്നെന്താ ഉണ്ടാക്കണം? നമ്മൾ ചക്ക കൂട്ടാൻ കഞ്ഞി പായസത്തിൽ ഉണ്ടാക്കാം. ഉണ്ടാക്കാം. എന്താണുള്ളത്? സേമിയാണ് ഉണ്ടാവിക്കാരം. നമുക്ക് പായസം ഉണ്ടാക്കാം. കൂട്ടാൻ കഴിയും. തിന്നാൻ വയ്ക്കൂല. നിങ്ങൾക്ക് അത് പല്ലുണ്ടാ? പല്ലുണ്ടാ? ഏർക്കടില്ല. ഇങ്ങനൊരു സ്വഭാവമാണ്. ബർത്ത്ഡേ ഒക്കെ ആയിട്ട് പായസമൊക്കെ ഉണ്ടാക്കിയുണ്ടോ? എന്ത് പായസം അറിയോ? എന്തോ ഒരു അരിപ്പായസമാണ് കേട്ടോ. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞ് തേങ്ങ കൊത്തിട്ടിക്കണേ. പിന്നെ എന്തൊക്കെയാണ്? കിസ്മിസ് ഉണ്ട്, കാഷ്യൂ ഉണ്ട്. ലാമിന അടിപൊളി കാണാൻ. കുടിച്ചു നോക്കട്ടെ കേട്ടോ. ലാമിനക്ക് ആദ്യം കുറച്ച് കൊടുക്കട്ടെ. ഒരു കഞ്ഞിക്കാലത്തിനൊരു കാലം വെച്ചിക്കണേ. കുഞ്ഞു കാലാട്ടത്. ലാമിനക്ക് കുറച്ച് കൊടുക്കട്ടെ കേട്ടോ. ലാമിന ഇങ്ങനെ ഉറക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ കുറുമ്പൊക്കെ കാട്ടി ഇങ്ങനെ ഇരിക്കണം. മതി. തേങ്ങാപ്പാലൊക്കെ പിഴിഞ്ഞതാണ് കേട്ടോ. ലാമിന ലാമിന കുറുമ്പൊക്കെ പാസ്സാക്കി ഇരിക്കണേ. ആ പായസത്തൊക്കെ വാങ്ങി പിഴിഞ്ഞ തേങ്ങാപ്പാലട്ടത്. ലാമിന കുറച്ച് കൊടുക്കട്ടെ. അങ്ങനെ പായസം കുടിക്കാൻ പോകട്ടെ. ഒരു കുപ്പി ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു ചിരട്ടൻ്റെ കപ്പുണ്ട്. അപ്പം എനിക്ക് കയ്യിൽ മതിയാണ്. ഞാൻ അതൊക്കെ എടുത്ത് കൊടുക്കട്ടെ മാക്കും. അപ്പം എടുക്കാത്തതുകൊണ്ട് കഴുകിയാണ്ട് ഇതൊക്കെ അങ്ങനെ ഷോക്കേസിൽ വെക്കല്ല, എടുക്കലില്ല. അല്ല പിന്നെ ഇന്നോടെ കളി ഞാൻ ഉണ്ടെങ്കിൽ അതിലൊക്കെ തിന്നു കേട്ടോ. പായസം ഏകദേശം കേട്ടോ. റീനു പായസത്തിന് അടിപൊളിയായിട്ടുണ്ടാക്കും പായസം. എനിക്ക് പായസം പൊതുവെ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ നല്ല രീതിയിൽ ഉണ്ടാക്കുമല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ക്ലാസ്ക്കൊക്കെ പോയിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് പിടിച്ച് നോക്കട്ടെ ഗൈസ്. എപ്പോഴത്തേക്ക് തേങ്ങാപ്പാലൊക്കെ പോരുമ്പോ വെന്തിട്ട് തേങ്ങാപ്പാലും ശർക്കര എപ്പോഴും അടിപൊളി പായസം. റിനു ഉണ്ടാക്കിയല്ലേ? ബർത്ത്ഡേ നൈറ്റ് മാറ്റി ഒരുങ്ങിയെന്നല്ല കേട്ടോ. ആമിനാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ആമിനാക്ക്
എന്താ പറയുക, വായിൽ പുണ്ണുണ്ട്. അപ്പോൾ അങ്ങനെ ഓളായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. എന്താ പായസം അടിപൊളിയാക്കണം കേട്ടോ. ഉണങ്ങലരി പായസം. ഇങ്ങനെ പാലൊന്നും ഒഴിക്കില്ല, അധികം തേങ്ങാപ്പാൽ മാത്രമാണ് ഒഴിക്കുക, ശർക്കര. അടിപൊളിയാണ് കേട്ടോ. എനിക്ക് പായസം പൊതുവെ അങ്ങനെ ഒരു ഇഷ്ടമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെ അടിപൊളിയായിട്ട് ഉണ്ടാക്കണമെങ്കിൽ ഞാൻ കുടിക്കും കേട്ടോ. അപ്പോൾ ഉണ്ടാക്കുമ്പോൾ കുടിക്കുമ്പോൾ അയിമന് എന്തൊക്കെ അങ്ങനെ വന്ന് പറയുന്നുണ്ട്, ഓരോരോ അഭിപ്രായങ്ങളൊക്കെ. ഞങ്ങൾ ആഘോഷിക്കലൊന്നുമില്ല കേട്ടോ. ഞങ്ങളവർത്തിരൊന്നും ഇതുവരെ ഞാനൊന്നും അങ്ങനെ ഇതുവരെ ആഘോഷിച്ചിട്ടില്ല. ഞാൻ കേക്ക് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇവർ അയ്മനും അതുപോലെ കുറേ ദിവസമായി ഉണ്ടാക്കാൻ പറയണം. അപ്പോൾ അതിന് ഉണ്ടാക്കാൻ പറ്റിയില്ല, ഗ്യാസ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ അത് കുടിച്ച് തീർത്തിട്ട് ആമിന ഇതിനൊക്കെ മാറ്റിയിരിക്കണം, പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ ഹോസ്പിറ്റലിലേക്ക്. വായിൽ മുറിയായിട്ടൊന്നും കഴിക്കണമെന്നില്ല. അപ്പോൾ പോയി വന്നിട്ട് പിന്നെ ഇപ്പാൻ്റെ കുറച്ച് തള്ളു കേട്ടോക്കി. ആര് ചെട്ടിയാരപ്പുവേ വളഞ്ഞിക്കോലും കൊണ്ട് വന്നാത്ത വേങ്ങരക്കേറ്റ പ്രാവിനെ കുടിച്ചാൻ പോയി. വളഞ്ഞിക്കോല് ഇങ്ങനെ തോളി ഓരോ വളഞ്ഞിക്കോല് കണ്ടിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കണമ്മ നിറച്ചും വളഞ്ഞുകൊണ്ടൊക്കെ വെച്ച്. എന്നിട്ട് അപ്പോൾ ഇവിടെ കാട്ടുങ്ങല അവിടെ തന്തപ്പൊടി അല്ല പോലെ അവിടെ നല്ലോണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയി വേങ്ങരക്ക്. അപ്പോൾ കാട്ടുങ്ങലായിട്ട് ഒരു തന്തപ്പൊടിൻ്റെ ഇറങ്ങാനേ അതിലോട്ട് ഇത്ര തോടിയുണ്ട്. അതാ പറഞ്ഞ കോൽ മണ്ണ് കൊടുത്തേക്കും. അങ്ങനെയാണ് ആദ്യം ഒരു കോല് പോയിനെ. ലാസ്റ്റ് അപ്പു അവിടെ ഇറങ്ങേണ്ടിയിരുന്നു. അമ്മ വേറിടൂലേ. അത് വെയില് ചൂടാകുന്നിടത്തോളം പശ കൂടും. അല്ലാത്തൊക്കെ അന്നൊക്കെ പോലെ പ്രാവിനെ കുറിച്ച് കണ്ട് പ്രാവിനെ നൈമേത്ത പോലെ കൈട്ടൊക്കെ ഒക്കെ ടൈപ്പ് റിക്കാർഡ് മൊബൈലൊക്കെ പ്രാവ് കുറുങ്ങണ ഒച്ച ഉണ്ടാക്കുക, അത് കുടിപ്പിച്ച് കണ്ട. ഇപ്പോൾ പുറത്ത് പോയി വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കോമഡിയൊക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ അതേമാതിരി പറഞ്ഞു തരും കേട്ടോ. ഉപ്പാൻ്റെ ഭാഗ്യം കുറച്ച് കൂട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.